എല്ലാവർക്കും നമസ്കാരം. LB അക്കാദമി ഓൺലൈൻ ക്ലാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ദെൻ ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മുടെ NIOS 2026 ഒക്ടോബർ ബാച്ചിലേക്കുള്ള അഡ്മിഷൻസ് ഒക്കെ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ലോകത്ത് എവിടെയുള്ളവരാണെങ്കിലും നിങ്ങളുടെ മുടങ്ങിപ്പോയ 10ാം ക്ലാസ് അല്ലെങ്കിൽ +2 നമ്മുടെ LB അക്കാദമി ഓൺലൈൻ ക്ലാസ് വഴി പൂർത്തീകരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. വിളിച്ചിട്ട് കോൾ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ സെയിം നമ്പറിൽ തന്നെ വാട്സപ്പിൽ മെസ്സേജ് അയക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ ഇവിടുന്ന് തിരിച്ച് നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് കാര്യങ്ങളിലേക്ക് കടക്കാം. അതായത് NIOS 2026 ഏപ്രിൽ ബാച്ചിലേക്ക് പരീക്ഷ എഴുതാൻ പോകുന്ന 10ാം ക്ലാസ് +2 വിദ്യാർത്ഥികൾ, നിങ്ങൾ പ്രാക്ടിക്കൽ വിഷയങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ പബ്ലിക് പ്രാക്ടിക്കൽ പരീക്ഷയുടെ ഹാൾ ടിക്കറ്റ് നമ്മുടെ NIOS ഒഫീഷ്യൽ വെബ്സൈറ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഈ പബ്ലിക് പ്രാക്ടിക്കൽ പരീക്ഷയുടെ ഹാൾ ടിക്കറ്റ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒരു വീഡിയോയുടെ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ആ ഒരു ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യേണ്ട ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഹാൾ ടിക്കറ്റ്, അതായത് എൻറോൾമെന്റ് നമ്പർ ഒക്കെ അടിച്ചു കൊടുത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഡൗൺലോഡ് ചെയ്തെടുത്താൽ മാത്രം പോരാ, ഇത് പ്രിന്റ് എടുക്കണം കേട്ടോ. അപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പ്രിന്റ് എടുത്താൽ മതി, യാതൊരു പ്രശ്നവുമില്ല. അപ്പോൾ പ്രിന്റ് എടുക്കുക. എന്നിട്ട് പരീക്ഷയുടെ സമയത്ത് ഈ ഒരു ഹാൾ ടിക്കറ്റുമായിട്ട് വേണം നിങ്ങൾ എക്സാം എഴുതാനായിട്ട് പോകേണ്ടത്. ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ പബ്ലിക് പരീക്ഷ അല്ലെങ്കിൽ പബ്ലിക് പ്രാക്ടിക്കൽ പരീക്ഷയുടെ ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുത്തതിന് ശേഷം ആ ഒരു ഹാൾ ടിക്കറ്റിൽ ഒരു പരീക്ഷയുടെ കേന്ദ്രം കൊടുത്തിട്ട് എക്സാം സെന്റർ കൊടുത്തിട്ടുണ്ടാവും. ഈ എക്സാം സെന്ററിലേക്ക് വേണം നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട്? നിങ്ങളുടെ പബ്ലിക് പ്രാക്ടിക്കൽ പരീക്ഷ അല്ലെങ്കിൽ നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്ന വിഷയങ്ങളുടെ പബ്ലിക് പ്രാക്ടിക്കൽ പരീക്ഷകൾ എന്നാണ് നടക്കേണ്ടത് എന്നുള്ള അല്ലെങ്കിൽ നടക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ വിളിച്ചു ചോദിക്കേണ്ടത്. അപ്പൊ ഞാൻ മുന്നത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങളുടെ NIOSന്റെ ID കാർഡിലുള്ളതോ അല്ലെങ്കിൽ നമ്മുടെ PCP ക്ലാസ്സുകൾ നടന്നിട്ടുള്ള ആ ഒരു ഹാൾ ടിക്കറ്റിലുള്ള സെന്ററോ അവിടെ ഒന്നും അല്ല നിങ്ങൾ ഈ ഒരു പരീക്ഷയുടെ കാര്യം വിളിച്ചു ചോദിക്കേണ്ടത്. നിങ്ങളുടെ പബ്ലിക് പ്രാക്ടിക്കൽ പരീക്ഷയുടെ ഹാൾ ടിക്കറ്റ് വന്നു കഴിയുമ്പോൾ ആ ഒരു ഹാൾ ടിക്കറ്റിൽ കാണിച്ചിരിക്കുന്ന എക്സാം സെന്റർ ഏതാണോ ആ എക്സാം സെന്ററിൽ വേണം നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട്? നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്ന സബ്ജക്റ്റുകളുടെ വിവരങ്ങൾ പറഞ്ഞുകൊണ്ട് എന്നാണ് ഈ സബ്ജക്റ്റുകളുടെ പരീക്ഷകൾ നടക്കേണ്ടത്, അല്ലെങ്കിൽ ഞാൻ എന്നാണ് ഈ പരീക്ഷയ്ക്ക് വരേണ്ടത് എന്നുള്ള കാര്യം അവരുമായിട്ട് സംസാരിച്ച് ആ സ്റ്റഡി സെന്റർ അല്ലെങ്കിൽ എക്സാം സെന്റർ പറയുന്ന അല്ലെങ്കിൽ എക്സാം സെന്ററിലുള്ള ആളുകൾ പറയുന്നതിന് അനുസരിച്ച് വേണം നിങ്ങൾ എക്സാം എഴുതാനായിട്ട് പോകേണ്ടത്. പിന്നെ പ്രാക്ടിക്കൽ പരീക്ഷ എഴുതുമ്പോൾ നമുക്കറിയാലോ, റെക്കോർഡ് ബുക്ക് വേണം അല്ലെ? പ്രാക്ടിക്കൽ റെക്കോർഡ് ബുക്ക് ഉണ്ട്. അതുപോലെ തന്നെ ഹാൾ ടിക്കറ്റ് നമ്മൾ പ്രിന്റ് എടുത്ത് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. എന്തെങ്കിലും ഒരു അഡ്രസ് പ്രൂഫ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ NIOSന്റെ ID കാർഡ് ഉണ്ടായിരിക്കണം. ഇത്രയും കാര്യങ്ങളുമായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പബ്ലിക് പ്രാക്ടിക്കൽ പരീക്ഷ എഴുതാനായിട്ട് പോകേണ്ടത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ പബ്ലിക് പ്രാക്ടിക്കൽ പരീക്ഷ എല്ലാ സ്ഥലങ്ങളിലും സ്കൂളുകളിലൊക്കെ നടക്കുന്ന പോലെ തന്നെയാണ്. നമുക്ക് എക്സ്പെരിമെന്റ്സ് ചെയ്യാനായിട്ടുണ്ട്. വൈവേ ഉണ്ടായിരിക്കും. നമ്മൾ ചെയ്യുന്ന എക്സ്പെരിമെന്റ്സിനെ ബേസ് ചെയ്തിട്ട് വൈവേ ഉണ്ടായിരിക്കും. ഇതെല്ലാം നിങ്ങൾക്ക് എക്സാം സെന്ററിൽ നിന്ന് പറഞ്ഞു തരുന്നതായിരിക്കും. സോ അവരുടെ നിർദ്ദേശപ്രകാരം വേണം നിങ്ങൾ മുമ്പോട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് കേട്ടോ. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇനി വരും വീഡിയോസിലൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിലൂടെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ഇനി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ നിർത്തുന്നു. NIOSനെ സംബന്ധിച്ചിട്ടുള്ള പുതിയ ഇൻഫർമേഷൻസുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.